ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോറിലേഷൻ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് ഓൾജിബ്രാക് മെത്തേഡാണ്. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. സ്മോൾ ലെറ്റർ ആറ് കൊണ്ടാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1നും +1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് ഏത് വാല്യൂ ആണെന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് കോറിലേഷൻ ആണെന്ന് പറയുന്നത്. ആറിൻ്റെ വാല്യൂ +1 ആണെങ്കിൽ നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ്. ഇനി ആറിൻ്റെ വാല്യൂ -1 ആണ് കിട്ടുന്നതെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നു. ഇനി ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നോ കോറിലേഷൻ. ഇനി അടുത്തത് ആറിൻ്റെ വാല്യൂ >0 ആണ് ബട്ട് <1 ആണ്. അതായത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി ആറിൻ്റെ വാല്യൂ <0 ആണ് ബട്ട് >-1 ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ രീതിയിലാണ് ആറിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഏത് ടൈപ്പ് കോറിലേഷൻ ആണെന്ന് പറയുന്നത്. ആറിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ആറിൻ്റെ വാല്യൂ -1 വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ആറിൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ നോ കോറിലേഷൻ അല്ലെങ്കിൽ 0 കോറിലേഷൻ എന്നും പറയാറുണ്ട്. ഇനി ആറിൻ്റെ വാല്യൂ 0-നേക്കാട്ടിൽ വലുതാണ് പക്ഷെ 1-നേക്കാട്ടിൽ ചെറുതാണെങ്കിൽ വെറും പോസിറ്റീവ് കോറിലേഷൻ. ഇനി ആറിൻ്റെ വാല്യൂ 0-ക്കാട്ടിൽ കുറവാണ് പക്ഷെ -1-നേക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. അപ്പം ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുലയും കൂടെ പറയാം. n sigma xy minus sigma x sigma y divided by root of n into sigma x square minus sigma x the whole square into root of n into sigma y square minus sigma y the whole square. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സും വൈ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസ് ആണ്. അവ തമ്മിലുള്ള കോറിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെയർ ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടോ അതാണ് ക്യാപിറ്റൽ N ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോബ്ലം നോക്കുക. ഏജും വെയിറ്റും തമ്മിലുള്ള കോറിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ചെറിയ വാല്യൂസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോർമുല എന്തായിരുന്നു? R is equal to n into sigma xy minus sigma x sigma y divided by root of n into sigma x square minus sigma x the whole square into root of n into sigma y square minus sigma y the whole square. എക്സും വൈയും തന്നിട്ടുണ്ട്. നമ്മൾ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം, വൈ സ്ക്വയർ കണ്ടുപിടിക്കണം, എക്സ് വൈയും കണ്ടുപിടിക്കണം. ഇതാണ് ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സ് വൈ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ, ഇത്രയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ വാല്യൂസ് 3, 4, 5, 6, 7, വൈയുടെ വാല്യൂസ് 5, 6, 7, 8, 9. ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഓരോ കോളത്തിൻ്റെയും ടോട്ടലും കാൽക്കുലേറ്റ് ചെയ്യണം. ടേബിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സിൻ്റെ സ്ക്വയറുകൾ, വൈയുടെ സ്ക്വയറുകൾ, എക്സ് വൈയുടെ വാല്യൂസ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ടോട്ടൽ നമുക്ക് ഫോർമുലയ്ക്കകത്ത് ആവശ്യമാണ്. അപ്പോൾ എല്ലാ കോളത്തിൻ്റെയും ടോട്ടലും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്യാം. ഇക്വേഷനകത്ത് നമ്മൾ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 5 ആണ്. 5 പെയർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 5 ഇൻറ്റു സിഗ്മ എക്സ് വൈ, എക്സ് വൈയുടെ ടോട്ടൽ 185 മൈനസ് സിഗ്മ എക്സ് 25 ഇൻറ്റു സിഗ്മ വൈ 35 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു, അതായത് 5 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 135 മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ, എക്സിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ, അതായത് 25ൻ്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു, അതായത് 5 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ 255 മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ, അതായത് 35ൻ്റെ സ്ക്വയർ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
5 ഇൻറ്റു 185 925 എന്നാണ് കിട്ടുന്നത്. 25 ഇൻറ്റു 35 875 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇവിടെ 5 ഇൻറ്റു 135 675 മൈനസ് 25ൻ്റെ സ്ക്വയർ 625 ഇൻറ്റു റൂട്ട് ഓഫ് 5 ഇൻറ്റു 255 1275 മൈനസ് 35ൻ്റെ സ്ക്വയർ 1225 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിത് മൈനസ് ചെയ്യാം. 925 മൈനസ് 875 എത്ര കിട്ടും? 50 എന്നാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇതിൻ്റെ ഡിഫറൻസ് 50, റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 എന്ന് വരും. ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 50 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഇവിടുത്തെ കോറിലേഷൻ എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പം ആറിൻ്റെ വാല്യൂ ഏത് കിട്ടുന്നു അതിനനുസരിച്ച് നമ്മൾ ഏത് കോറിലേഷൻ ആണെന്ന് പറയും. ഇവിടെ 1 വന്നതുകൊണ്ട് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ.